എനിക്കേ കുറച്ച് തുണി അലക്കാനുണ്ടോ അമ്മേ? തുണി അലക്കാൻ. പിന്നെ നിനക്ക് ആ തുണിയൊക്കെ ഒന്ന് പുറത്തോട്ടിടണ്ടായിരുന്നോ? നീ സത്യം പറഞ്ഞാൽ നീ തുണി അലക്കാൻ വേണ്ടിയാണോ വീട്ടിലോട്ട് വരുന്നത്? സാധാരണ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ വിടുന്ന കുഞ്ഞുങ്ങൾ അച്ഛനെയും അമ്മയും കാണാനുള്ള ആഗ്രഹം കൊണ്ടും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് നല്ല ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് സന്തോഷമായിട്ട് നിൽക്കാനാണ് വരുന്നത്. നീ എനിക്ക് തോന്നുന്നു നീ തുണി അലക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. എടി, ഈ ബാഗിൽ എന്തോ നീ കല്ല് വല്ലതും എടുത്ത് വെച്ചേക്കുന്നോ? നീ ഇത്രയും വളർന്ന ഒരു കുഞ്ഞാണോ? നീ ഹോസ്റ്റലിൽ നിൽക്കുന്നില്ലയോ? ഈ ബാഗുമായിട്ടാണോ നീ ക്ലാസ്സിൽ പോകുന്നതും ഇത്രയും ദൂരം ബസ് അല്ലെ ട്രെയിൻ കയറി നീ ഈ വീട്ടിലോട്ട് വരുന്നതും ഈ ബാഗും കൊണ്ടാണോ? ഇത് തൊട്ട് കഴിഞ്ഞാൽ കുളിക്കണമല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ ഇത്. എനിക്കറിയാം, ഞാൻ കഴുകിയില്ലെങ്കിൽ നീ ഇത് കൈ കൊണ്ട് തൊടത്തില്ല. ഈ നാറി പൊഴുത്തത് വിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളൂ. ഓ എന്റെ പൊന്നോ, അലക്കാനുള്ള തുണി നീ ഇതിനകത്ത് നോക്കുമ്പോ അറിയാം. എത്ര ദിവസമായിട്ട് നീ ഇതൊക്കെ അലക്കാൻ വെച്ചിട്ട്? എന്തു ആടി ഇത്? കൂടെ ഇടുന്നിടത്തില്ലല്ലോ ഇത്രയും വേസ്റ്റും സാധനങ്ങളും അഴുക്ക് തുണികളും. വേണ്ട, ഇട്ടിട്ട് കൊണ്ട് വെച്ചേക്കുവാ. അയ്യോ എന്റെ പൊന്നോ, നാറ്റം കാരണം കൈ കൊണ്ട് എടുക്കാൻ വയ്യ. ഞങ്ങൾക്ക് ഇച്ചിരെങ്കിലും ഒരു ഉത്തരവാദിത്തം ആവട്ടെ എന്ന് വിചാരിച്ചാ നിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് തുണി ഇടുന്ന തുണി പോലും അലക്കാതെ വന്നേക്കുവാ. വേണ്ട, ചേട്ടനും കൂടെ കാണാം. വേണ്ട, മോളുടെ മാഹാത്മ്യം. വേണ്ട, ഇത് എത്ര ദിവസമായിട്ട് നീ ഇട്ടിട്ട്? അയ്യോ എന്റെ പൊന്നോ ദൈവമേ, ഞാനിത് മേടിച്ചപ്പോ വെള്ള കളറിലെ പാന്റിന്റെ ഡിസൈൻ ആയിരുന്നല്ലോ. ഇതിപ്പോ എങ്ങനെയാടി ബ്രൗൺ കളറായത്? മുഴുവൻ അഴുക്കായിരിക്കും. കഴിഞ്ഞ മാസം ഇവിടുന്ന് പോയപ്പം കഴിക്കാൻ കൊടുത്തു വിട്ട സാധനങ്ങൾ. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുവാ, നീ ഈ ബാഗിനകത്ത് വല്ല കൂട വല്ലതും ആണോ? ഇത് കൂടയാന്ന് വിചാരിച്ചാണോ ഈ കഴിക്കുന്നതും തിന്നുന്നതും മുഷിഞ്ഞ തുണികളും എല്ലാം കൂടെ കൊണ്ടിടുന്നതും? എന്നാ പിന്നെ ഈ ബാഗിൽ കൂടെ നീ എറിയടി, എറിഞ്ഞിട്ട് വാ. ഇവിടെ പിന്നെ ആൾക്കാരുണ്ടല്ലോ, ഇവിടെ കാശുള്ളവരാണല്ലോ എല്ലാവരും ഉള്ളത്. ഈ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് അടുത്തത് പുതിയത് വാങ്ങിച്ചു തരാൻ ഞങ്ങളൊക്കെ തന്നെ പറയണം. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വല്ല ഒലയ്ക്കൊക്കെ ഞങ്ങളെയൊക്കെ തലയിൽ അടിക്കണം. ഞങ്ങൾ തന്നെ നിന്നെയൊക്കെ ഈ വഷളാക്കി വിട്ടേക്കുന്നത്. എന്റെ ദൈവമേ, ഞാൻ കഴിക്കാൻ കൊടുത്തു വിട്ട സാധനങ്ങൾ എന്നാ കഴിച്ചു കഴിഞ്ഞാൽ ഈ കവറൊക്കെ ഒന്ന് എടുത്തല്ലേ. അവിടെ തന്നെ ഡസ്റ്റ്ബിൻ ഒന്നും ഇല്ല. അടുത്ത പേരൻസ് മീറ്റിംഗ് വെക്കട്ടെ. ഞാൻ ചോദിക്കുന്നുണ്ട്, അവിടെ ഡസ്റ്റ്ബിൻ ഒന്നും ഇല്ലേ, അവിടെ തുണി അലക്കാനുള്ള സൗകര്യം ഇല്ലേ, ഒന്നുമില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഈ പെൺകുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നിടത്ത് എല്ലാം വേണ്ട. കഴിഞ്ഞ മാസം ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയ കുപ്പിയാ. ആ വെള്ളം കുടിച്ച് തീർത്തതാണോ കളഞ്ഞതാണോ എന്ന് തമ്പുരാൻ അറിയാം. വേണ്ട, ഇതൊരു കാര്യം ചെയ്യും, ഇത് നിങ്ങളുടെ ഹോസ്റ്റലിലെ കൂടെ ഇടുന്ന ഒരു അല്ലെ ഡസ്റ്റ്ബിൻ ആയിട്ട് ഇതങ്ങ് പ്രഖ്യാപിക്കുന്നേ നിന്റെ ബാഗ്. അതായിരിക്കും ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലത്. എന്റെ പൊന്നേ, ഇനിയിപ്പോ ഞാൻ ഈ ബാഗും കഴുകണമല്ലോ. എടി, നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്റെ ഫാമിലിയിലൊന്നും ആരും ഇങ്ങനെയൊന്നുമില്ല. എല്ലാം നല്ല കുട്ടികളൊക്കെ തന്നെയായിരുന്നു. ഇത് ആരുടെ സ്വഭാവമാണോ കിട്ടിയേക്കുന്നത് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട, ഇതൊക്കെ എന്തൊക്കെ പേപ്പറുകളാടി ഇത്? ആർക്കറിയാം? എല്ലാ വേസ്റ്റും ചവറും എന്തുവാ ഇത്? നീ എങ്ങനെ ഇത് തോളയിലിട്ടോണ്ട് ഇത്രയും ദൂരം നീ താണ്ടി ഇവിടെ എത്തി? ഈ ബാഗ് ഇൻ കേസ് ആർക്കെങ്കിലും ഈ ബാഗ് ഒന്ന് തുറക്കേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പന്മാർക്കടക്കം അവർ തെറി വിളിക്കത്തില്ലയോ? ഡി, ഇങ്ങോട്ട് നോക്കിയേ, നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ തുണി മുഴുവൻ ഞാൻ അലക്കി ഈ ബാഗും അലക്കി തരാന്ന്. ബാഗ് നീ കളഞ്ഞാലും കുഴപ്പമില്ല, പുതിയ ബാഗ് ഞാൻ മേടിച്ചു തരാം. ഈ തുണി മുഴുവൻ കൊണ്ടുപോയി ആദ്യം നല്ല വൃത്തിയായിട്ട് അലക്കി വെളുപ്പിച്ചെടുത്തു. ഞാൻ അലക്കത്തില്ല നിന്റെ തുണി.